വിൽപ്പന വിവാദത്തിൽ ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ അന്വേഷണം. പരാതിക്കാരനായ ഉമർ ഷെരീഫിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചു. ഡിജിപിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കോടതി ജപ്തി ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡിജിപിക്കെതിരെ അന്വേഷണം നടത്തും. റിനു ശ്രീധർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു ശ്രീധർ, ഭൂമി വിൽപ്പന വിവാദത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നാണ് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തുന്നതും വാർത്തകൾ പുറത്തുവരുന്നതും. തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ട് തന്നെ ഇതിലൊരു അന്വേഷണം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുന്നു എന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഉമർ ഷെരീഫിൽ നിന്ന്, അതായത് പരാതിക്കാരനായിട്ടുള്ള ഉമർ ഷെരീഫിൽ നിന്ന് ഇതിന്റെ രേഖകൾ, അതായത് ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടത്തിയ കരാർ, ഒപ്പം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, മറ്റ് ഇദ്ദേഹത്തിന്റെ മൊഴി, ഇതടക്കമുള്ളവ രേഖപ്പെടുത്തി വാങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഭൂമി വിൽപ്പന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് ഭൂമിയെങ്കിലും പണം വാങ്ങുകയും മറ്റിടപാടുകൾ നടത്തുകയും ചെയ്തത് ഡിജിപി നേരിട്ടാണ്. ഡിജിപിയുടെ, അതായത് പോലീസിന്റെ ഓഫീസിൽ വെച്ചാണ്, ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചാണ് പണം 5 ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയതെന്ന അടക്കമുള്ള ആക്ഷേപമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു പണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വേഷത്തിൽ, ഔദ്യോഗികമായിട്ടുള്ള, അതായത് ഓഫീസിൽ വെച്ച് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ആദായ നികുതി വകുപ്പ് നിയമം വരെ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിന് പുറമെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജയ, ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ റിനു ശ്രീധർ, നോക്കൂ, തിരുവനന്തപുരം സബ് കോടതിയുടെ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് റഫ മത്സരിൽ താമസിക്കുന്ന ഉമർ ഷെരീഫ് എന്ന ഹർജിക്കാരൻ ഡിജിപിയുടെയും ഭാര്യ ഫരീദ ഫാത്തിമയുടെയും പേരിൽ പേരൂർക്കട മണികണ്ഠേശ്വരം ഭാഗത്തുള്ള 10.8 സെന്റ് വസ്തു, ഈ വസ്തുവിന് 74 ലക്ഷം രൂപ വില സമ്മതിച്ചുകൊണ്ടുള്ള വിൽപ്പന കരാർ, ആ കരാർ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനകം ഈ തുക കൈമാറ്റം ചെയ്യാം, അല്ലെങ്കിൽ ഈ വസ്തു കൈമാറ്റം ചെയ്യാം എന്നായിരുന്നു അവർ നിശ്ചയിച്ചിരുന്നത്. ഇതിൽ എവിടെയാണ് ഈ ഭൂമി വിൽപ്പനയിലെ ക്രമക്കേടും ബാങ്കിൽ പണയം വെച്ച കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഉമർ ബോധ്യപ്പെടുന്നത്? ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടത്താൻ ഒരു ഡിജിപി ഒക്കെ മുതിരുമോ എന്ന സംശയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന രേഖകൾ ഈ കരാർ രേഖകൾ അടക്കമുള്ളവയാണോ? എന്തൊക്കെ രേഖകൾ തെളിവായുണ്ട് ഉമറിന്റെ പക്കൽ? സുജയ, ഈ കേസിന്റെ നാൾ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ്, അതായത് 2023 പേരൂർക്കട ബ്ലോക്ക് നമ്പർ, അതായത് പേരൂർക്കട വില്ലേജിലെ ബ്ലോക്ക് 23 16/3 എന്ന് പറയുന്ന മണികണ്ഠേശ്വരത്തെ 10.8 സെന്റ് വസ്തു, ഇത് 74 ലക്ഷം രൂപയ്ക്ക്, അതായത് ഡിജിപിയുടെ ഒരു ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മുഖാന്തരമാണ് ഈ ഉമർ ഷെരീഫ് ഇക്കാര്യം അറിയുന്നത്. തുടർന്നാണ് ഡിജിപിയുമായി ഓഫീസിലെത്തി നേരിട്ട് ഇക്കാര്യം സംസാരിക്കുകയും 74 ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു വാങ്ങുവാൻ വേണ്ടി ഇവർ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. കരാറിൽ പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസിന് ശേഷം 6 മാസത്തിനകം ഇത്തരമൊരു കരാർ ഉറപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ തുക നൽകുമെന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ 15 ലക്ഷം രൂപ ഇദ്ദേഹത്തിൽ നിന്ന്, ഉമർ ഷെരീഫിൽ നിന്ന് ഡിജിപി വാങ്ങുന്നു. അതിനുശേഷം 10 ലക്ഷം രൂപ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. ആ 10 ലക്ഷം രൂപയും ബാങ്ക് മുഖാന്തരം, അങ്ങനെ 25 ലക്ഷം രൂപ ബാങ്ക് മുഖാന്തരമാണ് നൽകിയത്. അതിനുശേഷം കുറച്ചു ദിവസങ്ങൾക്ക് കഴിയുമ്പോൾ 5 ലക്ഷം രൂപ വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ 5 ലക്ഷം രൂപയും ഉമർ ഷെരീഫ്